കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് സ്ഥാപകനും രാജ്യത്തെ പ്രമുഖ വ്യവസായികളിൽ ഒരാളും മലയാളിയുമായ CJ റോയിയുടെ ആകസ്മിക വിയോഗം നമ്മെയെല്ലാം നടുക്കിയിരിക്കുകയാണ്. ആദായനികുതി വകുപ്പ് റെയ്ഡിനിടെ വെടിയേറ്റ് മരിച്ച നിലയിൽ റോയിയെ കണ്ടെത്തുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണം സംബന്ധിച്ച് കർണാടക പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആദായനികുതി വകുപ്പ് ദിവസങ്ങളായി, ഏതാനും ആഴ്ചകളായി തന്നെ റോയിയുടെ പിന്നാലെ പരിശോധനകളും റെയ്ഡുകളുമായി കൂടിയിരിക്കുകയായിരുന്നു എന്നുള്ള വാർത്തകൾ വരികയാണ്. ഈ സാഹചര്യത്തിൽ പൊതുവെ നമ്മുടെ നാട്ടിൽ ഒരു പ്രതീതി വ്യവസായം നടത്താനോ വ്യവസായികളെ വളരാനോ സമ്മതിക്കാത്തത് ഇടതുപക്ഷമാണെന്ന ഒരു ആഖ്യാനമാണ് പുതിയ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത്. റോയിയുടെ വിയോഗം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് മറ്റൊരു പ്രമുഖനായ മലയാളി 30 വർഷം മുമ്പ് രാജൻ പിള്ള എന്ന പ്രമുഖനായ ഒരു വ്യവസായി, അദ്ദേഹം സിംഗപ്പൂർ ആസ്ഥാനമായി വ്യവസായം കെട്ടിപ്പടുത്ത വ്യക്തിയായിരുന്നു. സിംഗപ്പൂരിലെ ചില സാമ്പത്തിക ഇടപാടുകളെ തുടർന്നുള്ള കേസിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അന്ന് ഇന്ത്യയിലേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ അറസ്റ്റിനെതിരെ കോടതിയിൽ ഉത്തരവ് നിലനിൽക്കുമ്പോൾ തന്നെ 1995 ജൂലൈയിൽ ഡൽഹിയിലെ ഒരു ഹോട്ടലിൽ നിന്ന് രാജൻ പിള്ളയെ അറസ്റ്റ് ചെയ്യുകയും തീഹാർ ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. കോൺഗ്രസുമായി, അന്ന് രാജ്യം ഭരിച്ചിരുന്ന കോൺഗ്രസുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന കുടുംബമായിരുന്നു രാജൻ പിള്ളയുടേത്. രാജൻ പിള്ളയ്ക്ക് ചില ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ചികിത്സ പോലും ലഭിക്കാതെ അദ്ദേഹം ജയിലിൽ കിടന്ന് അന്ത്യശ്വാസം വലിക്കേണ്ടി വന്നു. ഇത് രാജ്യത്തെ ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു. 2019 ജൂലൈയിൽ നമുക്കറിയാം, ബാംഗ്ലൂരിലെ കോഫി ഡേ ശൃംഖലയുടെ സ്ഥാപകൻ VJ സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്ത സംഭവം. അദ്ദേഹം നദിയിൽ ചാടിയാണ് ആത്മഹത്യ ചെയ്തത്. സിദ്ധാർത്ഥും ആദായനികുതി വകുപ്പിൻ്റെ റെയ്ഡിന് വിധേയനായ വ്യക്തിയായിരുന്നു. ഡൽഹിയിൽ തന്നെ ഡൽഹി മദ്യനയ അഴിമതി കേസിൻ്റെ പേരിൽ CBIയിലെ ഒരു ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തു. കള്ളമൊഴി, ഡൽഹിയിലെ ആം ആദ്മി സർക്കാരിലെ പ്രമുഖർക്കെതിരെ കള്ളമൊഴി നൽകാൻ നിർബന്ധിച്ചതിനെ തുടർന്നാണ് ആ ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്യുന്ന രീതിയിൽ വാർത്തകൾ വന്നിരുന്നു. ഇതെല്ലാം നിലനിൽക്കെയാണ് ഇപ്പോൾ CJ റോയിയുടെ ദാരുണമായ അന്ത്യം ഉണ്ടായത്. ഇതിൽ നിന്നെല്ലാം നമുക്ക് ലഭിക്കുന്ന സൂചന എന്താണ്? ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രചരിപ്പിക്കുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സാണ്. ഇന്ത്യയിൽ ആർക്കും ബിസിനസ് ചെയ്യാം, ആർക്കും വളരാം, ആർക്കും നിക്ഷേപം നടത്താം. എന്നാൽ CJ റോയി അദ്ദേഹത്തിൻ്റെ ബിസിനസ് മാതൃകകളെ പറ്റി നമ്മുടെ മാധ്യമങ്ങളെല്ലാം ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഒരു രൂപ പോലും കടം വാങ്ങാതെ ബിസിനസ് നടത്തിയ ആളാണ്. ഉന്നതമായ ഉദ്യോഗം, ബഹിരാഷ്ട്ര കമ്പനിയിലെ ഉന്നതമായ ഉദ്യോഗം ഉപേക്ഷിച്ച് ഇന്ത്യയിൽ വന്ന് ബിസിനസ് നടത്തിയ ആളാണ്. വളരെ സഹൃദയനും പരോപകാരിയുമായിരുന്ന അദ്ദേഹത്തെ നമ്മുടെ ചാനലുകളെല്ലാം പല പരിപാടികളും സ്പോൺസർ ചെയ്യുകയും അതെല്ലാം വളരെ ഒരാൾക്ക് പോലും അദ്ദേഹത്തെക്കുറിച്ച് ഇതുവരെ ഒരു നെഗറ്റീവ് വാർത്തകൾ പോലും നമ്മുടെ മുമ്പിൽ വന്നിട്ടില്ല. ഇങ്ങനെ ഒരു വ്യക്തിയാണ് ആത്മഹത്യ ചെയ്തത്. പക്ഷേ ഇന്നത്തെ നമ്മുടെ മാധ്യമങ്ങൾ എടുത്ത നിലപാട്, ഇന്നലെ ഇന്നുമായി അദ്ദേഹം കോടികൾ സ്പോൺസർഷിപ്പായി നൽകിയ മാധ്യമങ്ങളുണ്ട്. ഇവരെല്ലാം എടുത്ത നിലപാട്, ഇന്ന് പ്രമുഖ മാധ്യമം ചോദിച്ചിരിക്കുന്നത് CJ റോയി എന്തിന് ആത്മഹത്യ ചെയ്യുന്നുള്ള തലക്കെട്ട്. എന്തിന്? അവർക്കൊന്നും മനസ്സിലാകാത്ത രീതിയിലാണ്. കേന്ദ്ര ഏജൻസികൾക്കെതിരെ പറയാൻ എല്ലാവർക്കും ഭയമാണ്. വ്യവസായികൾക്ക് ഈ പത്രങ്ങളെല്ലാം വ്യവസായ ഗ്രൂപ്പുകളുടേതാണ്, ഈ ചാനലുകളെല്ലാം വ്യവസായ ഗ്രൂപ്പുകളുടേതാണ്. റോയിയുടെ സ്ഥാപനങ്ങളുടെ റേഡിയോയുമായി ബന്ധപ്പെട്ട് കർണാടകത്തിലെ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പുകൾക്കിടയിലുള്ള മത്സരവുമായി സംബന്ധിച്ച് പല വാർത്തകളും വരുന്നുണ്ട്. അതെല്ലാം അന്വേഷണത്തിൽ കണ്ടറിയേണ്ടതാണ് അതിൻ്റെ എല്ലാം. പക്ഷേ നമുക്ക് ഈ മാധ്യമങ്ങളുടെ ഇന്നത്തെ നിലപാട് കാണുമ്പോൾ സമാനമായൊരു സംഭവം വേറെ എവിടെയെങ്കിലും ഉണ്ടായാൽ മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന ഈ BJP ഭരണത്തിലുള്ള സംവിധാനത്തിലല്ലാതെ വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് സമാനമായൊരു സംഭവം ഉണ്ടായാൽ മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന നിലപാടും റോയിയുടെ മരണത്തെ തുടർന്ന് മാധ്യമങ്ങൾ സ്വീകരിച്ച നിലപാടും തമ്മിൽ താരതമ്യം ചെയ്യുന്നത് നന്നായിരിക്കും. വളരെ സോഫ്റ്റായിട്ടാണ് മാധ്യമങ്ങൾ ഈ സംഭവം കൈകാര്യം ചെയ്യുന്നത്. ഇന്ന് ഒരു പ്രമുഖ ചാനലിൽ ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ അങ്ങ് പുകഴ്ത്തുകയാണ്. വളരെ വളരെ നല്ല രീതിയിൽ പെരുമാറുന്ന ഉദ്യോഗസ്ഥരാണ്, ആരെയും ബുദ്ധിമുട്ടിക്കാത്ത ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ എല്ലാവർക്കും ഭയമാണ്. അത് കേന്ദ്ര സർക്കാരിനോടുള്ള ഒരു ഭക്തിയായി ഇവർ പ്രകടിപ്പിക്കുകയാണ്. ബാങ്കുകളിൽ ലക്ഷക്കണക്കിന് കോടി രൂപ കുടിശ്ശിക വരുത്തിയ വ്യവസായികളുടെ കിട്ടാക്കടം എഴുതിത്തള്ളുന്നത് നാം കാണുന്നതാണ്. വിജയ് മല്യ പോലുള്ളവർ ബാങ്കിൽ നിന്ന് വൻ വായ്പ എടുത്ത് മറ്റു രാജ്യങ്ങളിലേക്ക് മുങ്ങിയപ്പോൾ കേന്ദ്ര ഏജൻസികൾ കണ്ണുമടച്ചിരുന്നത് നാം കണ്ടതാണ്. എന്തിനേറെ, കഴിഞ്ഞ ദിവസം കേരളത്തിലെ തന്നെ പ്രമുഖ വ്യവസായി BJP പാളയത്തിൽ അഭയം നേടിയത് നാം കണ്ടതാണ്. നേരത്തെ രാഷ്ട്രീയ നേതാക്കളെയാണ് ആദായനികുതി വകുപ്പിനെയും EDയെ ഉപയോഗിച്ച് വേട്ടയാടിയതെങ്കിൽ ഇപ്പോൾ അടുത്തിടെയായി വ്യവസായികളെ പരിധിയിൽ നിർത്താൻ വേണ്ടി കേന്ദ്ര ഏജൻസികളെ BJP ഉപയോഗിക്കുന്നുവെന്ന ആക്ഷേപം വളരെ ഗുരുതരമായി ഉയർന്നു വന്നിട്ടുണ്ട്. ഈ സന്ദർഭത്തിലെല്ലാം
നമ്മുടെ മാധ്യമങ്ങൾ കണ്ണടക്കുകയാണ്. അതേസമയം നിസ്സാരമായൊരു കാരണത്തിൻ്റെ പേരിൽ, വളരെ പൊള്ളയായൊരു വിവാദങ്ങളുടെ പേരിൽ ഇടതുപക്ഷത്തെ വേട്ടയാടുന്ന മാധ്യമങ്ങളെ നാം കാണുന്നു. വളരെ ഗുരുതരമായി നമ്മുടെ രാജ്യത്ത് നിർഭയമായി ബിസിനസ് ചെയ്യാൻ അവസരം ലഭിക്കേണ്ട ഒരു സാഹചര്യം നിഷേധിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ മാധ്യമങ്ങളും വ്യവസായ ഗ്രൂപ്പുകളും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മുടെ മാധ്യമങ്ങളുടെ നിഷ്പക്ഷത ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയായി CJ റോയിയുടെ മരണത്തെ തുടർന്നുള്ള നമ്മുടെ അന്തരീക്ഷം നമ്മുടെ മുമ്പിൽ തെളിയുകയാണ്. ഈ സന്ദർഭത്തിൽ എല്ലാവരും ഓർക്കേണ്ടത് ഒന്ന് മാത്രമാണ്: നമുക്ക് കണ്ണുമടച്ച് ഈ വാർത്തകളൊന്നും വിശ്വസിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ എല്ലാവരും കേന്ദ്ര സർക്കാരിൻ്റെയും കേന്ദ്ര ഏജൻസികളുടെയും നിരീക്ഷണത്തിലാണ്. കേന്ദ്രത്തിന് അഹിതമായ ഒന്നും ഉരിയാടാൻ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് കഴിയില്ല. നമ്മളെല്ലാം ദുഃഖിപ്പിച്ച് ഈ സംഭവത്തിൽ പോലും അവർക്ക് സത്യം തുറന്നു പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ മുമ്പുള്ള ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യം.